ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് പാഠം നമുക്ക് 3 ലെസൺസ് ആണ് എക്സാം ഉള്ളത്. ഒന്ന് വിദ്യ മഹാധനം, 2 എന്താ കാരുണ്യത്തിന്റെ വില, 3 ലാൽ ബഹദൂർ ശാസ്ത്രി. ഈ 3 പാഠത്തിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവേ. അപ്പൊ ആദ്യത്തെ വിദ്യ തന്നെ മഹാധനം, അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് വായിക്കാരും വരുന്നതാണല്ലോ കുട്ടികള്. അപ്പൊ അർത്ഥം വിത്തം. എന്താ വിത്തം എന്നില്ലേ പദത്തിന്റെ അർത്ഥം? ധനം അല്ലെ? വിത്തം ധനം, മർത്യൻ മനുഷ്യൻ, വിശ്വംഭരി ഭൂമി, വാഴുക ജീവിക്കുക, അടയാടുക യുദ്ധം ചെയ്യുക, അകക്കണ്ണ് മനസ്സ്, അംശുമാൻ സൂര്യൻ, അന്നം ഭക്ഷണം, മോദം സന്തോഷം, അണയ്ക്കുക എന്താ ചേർക്കുക, മേനി ശരീരം. ആൻമരിയ കേൾക്കുന്നില്ലേ? ഓക്കെ. ആജീവനാന്തം ജീവിതകാലം മുഴുവൻ, ചോരൻ കള്ളൻ. വീഡിയോ ഓൺ ആക്കിയേ മോളെ. ശമം നിയന്ത്രണം അല്ലെങ്കിൽ ശാന്തി, പരം ഏറ്റവും ശ്രേഷ്ഠമായ, പര്യായം നേത്രം അക്ഷി നയനം കണ്ണ്, മർത്യൻ നരൻ മാനവൻ മനുഷ്യൻ, അടർ പോര് യുദ്ധം മല്ല്, അംശു കിരണം രശ്മി കതിർ, ചോരൻ കള്ളൻ തസ്കരൻ മോഷ്ടാവ്, വിശ്വം ജഗത്ത് ലോകം ഭുവനം, നാനാർത്ഥം അന്നം ഭക്ഷണം അരയന്നം ജലം ഭൂമി, മേനി ശരീരം അളവ് നന്മ അഹങ്കാരം. അർത്ഥവ്യത്യാസം: ഭുവനം ലോകം, ഭവനം വീട് അല്ലെ? വിത്തം ധനം, ചിത്തം മനസ്സ്, പരം ഏറ്റവും ശ്രേഷ്ഠമായത്, പാരം അത്യധികം. ഇനി മാതൃക നോക്കി ചേർത്ത് എഴുതുക. പുറം പ്ലസ് കണ്ണ് പുറംകണ്ണ്, പുളിയും പ്ലസ് കുരു പുളിങ്കുരു, പുളിങ്കുരു, കരിം പ്ലസ് പന കരിമ്പന ഇമ്പവരും, അക പ്ലസ് കണ്ണ് അകക്കണ്ണ്, ഇടവ പ്ലസ് പാതി ഇടവപ്പാതി, തീ പ്ലസ് കനൽ തീക്കനൽ, കൂടെ പ്ലസ് ചെന്നു കൂടെ ചെന്നു. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമാണ്. മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? എപ്പോഴാ മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത്? അറിവ് കൈവശമുള്ളപ്പോഴാണ് മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് അല്ലെ? വിത്തം ധന അല്ലെ? ധനത്തിന്റെ ആവശ്യമില്ലാതാകുന്നത്. പുലർവേളയിൽ അംശുമാൻ എന്ത് ചെയ്യുന്നു? പുലർവേളയിൽ അംശുമാൻ പുറംകണ്ണ് തുറപ്പിക്കുകയാണ് പുലർവേളയിൽ അംശുമാൻ ചെയ്യുന്നത്. അകക്കണ്ണ് തുറപ്പിക്കുന്നത് ആര്? ബാല്യത്തിൽ ആശാൻ അല്ലെങ്കിൽ ഗുരുവാണ് അകക്കണ്ണ് തുറപ്പിക്കുന്നത്. അന്നം നൽകുന്നവനും വിദ്യ നൽകുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താ? അന്നം നൽകുന്നവന് ആ സമയത്ത് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. വിദ്യ നൽകുന്നവനാകട്ടെ ആജീവനാന്ത സന്തോഷം ലഭിക്കുന്നു അല്ലെ? ആഷിഖ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. വിദ്യ മഹാധനമെന്നാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? ചോരന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നില്ല, പിന്നെയോ കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതുമാണ് അറിവ് അല്ലെ? വിദ്യ. അതുകൊണ്ട് തന്നെയാണ് വിദ്യ മഹാധനമെന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ 3 ആൻസർ. ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ അൻമരിയ. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ ഫെയ്ത്തിന്. അപ്പൊ ആഷിക്ക് കംപ്ലീറ്റ് ആക്കിയല്ലേ മോനെ? 3 ലെസൺസ് എക്സാമിന് ഉണ്ടാവും. നല്ലപോലെ പഠിക്കണം കേട്ടോ, ടെക്സ്റ്റ് വായിക്കണം. അപ്പൊ കാരുണ്യത്തിന്റെ വിലയാണ് അടുത്തത്. അതിൽ നമ്മള് ഒരു നല്ലൊരു കഥ പഠിച്ചു അല്ലെ? എന്ത്? മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയവും ദൈവികവുമായ ഒരു അനുഭൂതിയാണ് ദയ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതിന് അർത്ഥം ആരാഞ്ഞു ചോദിച്ചു, അഭിരുചി ഇഷ്ടം, വ്യത്യസ്തം പലതരം,
കാഴ്ചപ്പാട്, കാഴ്ചയുടെ രീതി, കനകം, സ്വർണം, അന്വേഷിക്കുക, തേടിപ്പിടിക്കുക, ഗുരുകുലം. എന്താ ഗുരുകുലം? ഗുരുവിന്റെ വീട് അല്ലേ? ഓക്കെ. പര്യായം എഴുതുക. കനകം, സ്വർണം, ഹേമം, കാഞ്ചനം. നെക്സ്റ്റ് എന്താ? പിരിച്ചെഴുതാനാണ്. എന്താണ്? ആകാംക്ഷയോടെ, ആകാംക്ഷ പ്ലസ് ഓടെ, കണ്ടെത്തുക, കണ്ട് പ്ലസ് എത്തുക, അമ്പേറ്റ, അമ്പ് പ്ലസ് ഏറ്റ. നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കാറുണ്ട്. അത് മിസ് എഴുതി തന്നെയാണ്. ഉറ്റുനോക്കുക, അഭിരുചി, ഏർപ്പെടുത്തുക, ദീനഭാവം. നെക്സ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കൂടുതൽ വരുന്ന, എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ടെക്സ്റ്റും നോട്ടും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. നെക്സ്റ്റ് എന്താ? വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് ഏർപ്പെടുത്തിയ മത്സരം എന്തായിരുന്നു? എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രകാശ വസ്തു ഏതെന്ന് ഏതെന്ന് കണ്ടെത്തുകയായിരുന്നു അല്ലെ? വിഷ്ണുഗുപ്തൻ എങ്ങനെയുള്ള ആളായിരുന്നു? എങ്ങനെയുള്ള ആളായിരുന്നു വിഷ്ണുഗുപ്തൻ? ശിഷ്യരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ആ ഗ്രാമവാസികൾക്കെല്ലാം പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു അല്ലെ? ഓക്കെ. നെക്സ്റ്റ് എന്നാ? എന്തിനു വേണ്ടിയാണ് വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് മത്സരം ഏർപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയാ? വാർഷികത്തിന്റെ ഭാഗമായാണ് അല്ലെ വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് മത്സരം ഏർപ്പെടുത്തിയത്. രമണകൻ മത്സരത്തിന് കൊണ്ടുവന്ന വസ്തു എന്തായിരുന്നു? എന്തായിരുന്നു രമണകൻ കൊണ്ടുവന്ന വസ്തു? വളരെ വെളിച്ചം ഉള്ള ഒരു വൈരക്കല്ലായിരുന്നു. കൂരിട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു രമണകൻ കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ശ്രുതകേതു കൊണ്ടുവന്ന വസ്തു എന്ത്? നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വിളക്കാണ്. നോറും പ്രഭ കൂടി വരുന്ന ഒരു മനോഹരമായ വിളക്കാണ് ആര് കൊണ്ടുവന്നത്? ശ്രുതകേതു അല്ലെ? നെക്സ്റ്റ്, വിജയമിത്രന് സമ്മാനം ലഭിക്കാൻ കാരണം എന്ത്? എന്താണ് വിജയമിത്രന് സമ്മാനം ലഭിക്കാൻ കാരണം? എന്താണ് നമ്മൾ എഴുതിയത്? എന്തുകൊണ്ടാണ് വിജയമിത്രന് സമ്മാനം കൊടുത്തത്? മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയവും ദൈവികവുമായ ഒരു അനുഭൂതിയായ ദയെ ഉണർത്തിയത് ആരായിരുന്നു? വിജയമിത്രനായിരുന്നു അല്ലെ? വിജയമിത്രൻ ആയിരുന്നു അത് ചെയ്തത് അല്ലെ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചത്. പിന്നെന്താ? ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു തേടിപ്പോയ വിജയമിത്രൻ എന്താണ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു ചെയ്തത്? വിലപിടിപ്പുള്ള ഒന്നും കണ്ടുപിടിക്കാനാവാതെ വിഷമിച്ച് ദുഃഖാകുലനായി തിരിഞ്ഞു നടന്നപ്പോഴാണ് എന്ത് കണ്ടത്? ദയനീയമായ ഒരു രംഗം കണ്ടത്. ഒരു പക്ഷി അമ്പേറ്റ് പിടയുന്നത്. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോടി ചേർത്ത് അതിന് ദാഹജലം പകർന്നു. പിന്നെ പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. വിജയമിത്രന്റെ കയ്യിലുള്ള പക്ഷിയെ നെഞ്ചത്തടിപ്പിച്ചുകൊണ്ട് അല്ലെ? ഇതൊക്കെ ആയിരുന്നു അദ്ദേഹം ചെയ്തത് അല്ലെ? ആ പക്ഷിക്ക് ദാഹജലം കൊടുത്തു, അതിന്റെ മുറിവേറ്റ സ്ഥലത്ത് മരുന്ന് പിഴിഞ്ഞൊഴിച്ചു അല്ലെ? ഇതൊക്കെയായിരുന്നു ചെയ്തത്. അപ്പൊ ആ രണ്ടാമത്തെ പാഠവും കംപ്ലീറ്റ് അല്ലേ? അർത്ഥം പഠിക്കണം, ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. ഓക്കെ. പിന്നെ തേർഡ് ലെസൺ. ഫെയ്ത്തിനൊന്നും കേൾക്കുന്നില്ലേ മോനെ? കേൾക്കുന്നുണ്ട് മിസ്. ഓക്കെ. അപ്പൊ തേർഡ് ലെസണിൽ എന്താ? പദങ്ങളുടെ അർത്ഥം. ഗംഗാ സ്നാനം, ഗംഗയിലെ കുളി അല്ലെ? മോഹം, സ്നാനം എന്ന് പറഞ്ഞാൽ കുളിനർത്ഥം, ഗംഗയിലെ കുളി. മോഹഭംഗം, നിരാശ അല്ലെ? മോഹഭംഗം എന്ന് പറഞ്ഞാൽ നിരാശ. അർത്ഥം മനസ്സിലാക്കണം. ശാശ്വതം, എന്നും നിലനിൽക്കുന്നത് അല്ലെ? ശാശ്വതത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന നശ്വരം എന്നാണ് കേട്ടോ. ശാശ്വതം, നശ്വരം. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, ശാശ്വതം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. കുംഭമേള 12 വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ നടത്തുന്ന മഹോത്സവമാണ് എന്ത്? കുംഭമേള. ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പുണ്യ സമയത മുഹൂർത്തം.
മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ശുഭകരമായ അതോ നല്ല നല്ല കാര്യങ്ങള് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പുണ്യ സമയത്തിനാണ് മുഹൂർത്തം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. ഗംഗ സ്വർഗത്തിൽ ഒഴുകിയിരുന്ന നദിയാണെന്നാണ് വിശ്വാസം. ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിൽ എത്തിച്ചത്. ഗംഗയിൽ കുളിക്കുന്നത് പുണ്യമായി കരുതുന്നു അല്ലെ. ഓക്കെ. നെക്സ്റ്റ് പദങ്ങളെ സംയോജിപ്പിക്കാം. കാല് പ്ലസ് ഇടറി കാലിടറി. 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 കണ്ടെത്തി പ്ലസ് ഇല്ല കണ്ടെത്തിയില്ല. ദുഃഖത്തിൽ പ്ലസ് ആണ്ട ദുഃഖത്തിലാണ്ട. ദുഃഖത്തിലാണ്ട വേണം അല്ലെ. ആ പ്ലസ് കാര്യം അക്കാര്യം. അക്കാര്യം അക്കാര്യമാണ് കേട്ടോ. ആ കാര്യല്ല അക്കാര്യം. സ്വരാജ്യ പ്ലസ് അഭിമാനം സ്വരാജ്യാഭിമാനം. സ്വരാജ്യാഭിമാനം അല്ലെ. ഓക്കെ. കൂട്ടി എഴുതുമ്പോ തെറ്റാതെ ശ്രദ്ധിക്കണേ. ഇനി വിപരീത പദങ്ങൾ. സന്തോഷം ഓപ്പോസിറ്റ് വേർഡ് എന്താ? സങ്കടം. സന്തോഷം സന്താപാണ് ശരിക്കും കേട്ടോ. സങ്കടം സന്താപം. ഉത്തമം അധമം. അധമം. ഇഷ്ടം അനിഷ്ടം. അനിഷ്ടം. സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കാൻ എഴുതിയിട്ടുണ്ട് കറകളഞ്ഞ. രണ്ടും ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടില്ല നിങ്ങൾക്ക് അല്ലെ. എഴുതി തന്നിട്ടില്ല. വാക്യത്തെ പ്രയോഗിക്കൽ അതിലില്ല. അതാണ് ഞാൻ എഴുതിത്തറഞ്ഞത്. ടെക്സ്റ്റ് നോക്കിട്ട് എഴുതിയാലും മതി. നിങ്ങൾ എഴുതിയാലും മതി. സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കാന്നാ ഉള്ളത് അതില്. അപ്പൊ നിങ്ങൾ വാക്യത്തിൽ പ്രയോഗിച്ചോ കേട്ടോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എഴുതറ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ. അതിലുണ്ട് ശരിക്കുണ്ട്. കറകളഞ്ഞ രൂപപ്പെടുത്തുക രണ്ടും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്താ? ശരിയായ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന്. ഇത് ഫെയ്ത്ത് എന്ന ക്ലാസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇതൊക്കെ പറയുന്നേ. ഫെയ്ത്തേ ക്ലിയർ ചെയ്യണം. അന്നേരം തന്നെ എഴുതണം. ആഷിക്ക് പോയിന്ന് തോന്നുന്നു. ആഷിക്കും ഉണ്ടായിരുന്നില്ലാവോ. ഓക്കെ. അപ്പൊ സ്വാതന്ത്ര്യം രണ്ടാമത്തെ വരണം അല്ലെ. രണ്ടാമത്തെ അക്ഷരമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടത്. നെക്സ്റ്റ് പ്രസ്ഥാനം ആദ്യത്തെ പ്രസ്ഥാനുള്ളത് ആദ്യത്തെ സ്തവണം. നെക്സ്റ്റ് ഐച്ഛികം. ഐച്ഛികം എന്ന് പറയുമ്പോ ആദ്യത്തെ അല്ലെ. ഐച്ഛിക വിഷയമായി പ്രധാന വിഷയമായി എന്നാർത്ഥം. ബിരുദം രണ്ടാമത്തെ ദം അല്ലെ. ഇതാ എഴുതിയിട്ട് ദം. ആ ദയാണ് രണ്ടാമത്തതാണ് വേണ്ടത്. സ്വച്ഛന്തം രണ്ടാമത്തതാണ് വേണ്ടത്. എടുത്തെഴുതണേ. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. നെക്സ്റ്റ് പിന്നെന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. കേട്ടാൽ ആർക്കും അതിശയം തോന്നും. ഏത് കാര്യം? ഏത് കാര്യ കേട്ടാൽ ആർക്കും അതിശയം തോന്നുവാ? മരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് സ്വന്തമായ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അത് കേട്ടാലാണ് ആർക്കും അതിശയം തോന്നുന്നത് അല്ലെ. അദ്ദേഹം ഒരുപാട് ഉന്നത നിലകളിൽ ജീവിച്ച ആളായിട്ടും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് പോലും സ്വന്തമായിരുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ലാൽ ബഹദൂറിന്റെ രാജ്യാഭിമാനത്തെ ഉണർത്തിയത് ആരെല്ലാം? ഗാന്ധിജിയും ബാലഗംഗാധര തിലകനും. ഗാന്ധിജിയും ബാലഗംഗാധര തിലകുമാണ് അല്ലെ രാജ്യാഭിമാനത്തെ, ലാൽ ബഹദൂറിന്റെ രാജ്യാഭിമാനത്തെ ഉണർത്തിയത്. ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒരു സത്രം പോലെയായിരുന്നു ആ അദ്ദേഹത്തിന്റെ ഭവനം. ഇങ്ങനെ പറയാൻ കാരണം എന്ത്? കീറിപ്പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്രനാരായണന്മാർ സ്വച്ഛന്തം ആ വസതിയിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടേ. തങ്ങളുടെ കഷ്ടപ്പാടുകൾ പ്രധാനമന്ത്രിയെ പറഞ്ഞു കേൾപ്പിക്കാൻ ആയിരുന്നു അല്ലെ. അത് പട്ടിണി പാവങ്ങളായ അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും കഴിയുന്നത്ര അവരെ സാന്ത്വനപ്പെടുത്തുകയും. ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ ആൻസർ. അതേപോലെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഒരു ഒറ്റ ഇലായിട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എഴുതിയാ മതി. ഇത്രേ വേണ്ടു. അതിലിപ്പോ ഒറ്റ വാക്ക് വരുമ്പോ ഇപ്പൊ കീറിപ്പൊഴിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്രനാരായണന്മാർ ഫുള്ള് തന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം ഫുള്ള് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ 3 ലെസണും കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. സിമ്പിള്. നമ്മൾ പഠിച്ച് ബൈഹാർട്ടായി അല്ലേ. അത് 3 ലെസൺ സ്ഥിരം ക്ലാസ്സിലിരുന്നവർക്ക് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. ഇപ്പം ഇടക്കുന്ന ചോദ്യം വന്നാലും ഏടുന്ന ചോദ്യം വന്നാലും ഇത് വായിച്ചു പഠിക്കാണ്ട് തന്നെ കിട്ടും. പലതവണ ഞാൻ തന്നെ 3 പാഠം ഒരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞില്ലേ? അപ്പൊ എല്ലാരും പഠിച്ചില്ലേ? പഠിച്ചോണെല്ലാം
ആ ആ എല്ലാം ആ ഫസ്റ്റ് പാഠവും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ്, സെക്കൻഡ് മലയാളമാണെന്ന് തോന്നുന്നു. അല്ല സെക്കൻഡ് കമ്പ്യൂട്ടർ മിസ്സേ. സെക്കൻഡ് കമ്പ്യൂട്ടറാ? ഒന്ന് ട്യൂസ്ഡേ ഒന്നേ ഉള്ളൂ. ആ മിസ് വെനസ്ഡേ മലയാളവും മലയാളവും മാത്സോ ജികെയോ നോക്കിട്ട് ഏതാണെന്ന്. ജികെ എന്ന് തോന്നുന്നു. അതെല്ലേ അതെല്ലേ. ജികെ. അപ്പൊ എല്ലാം പഠിച്ചു റെഡിയായി. ഇപ്പൊ ഏതായാലും പരീക്ഷയുടെ ഓർമ്മയുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അതെപ്പോഴും നോക്കാറുണ്ട് മിസ്സേ. അപ്പൊ പഠിക്കാൻ നമുക്ക് വേണ്ടിട്ട് ഫസ്റ്റ് എക്സാം. അതെ അല്ലേ, പഠിച്ചോ? സൂപ്പറായി പഠിക്കണം എല്ലാരും. ബാക്കി നമ്മളെ കുട്ടികളെല്ലാം എന്ത് ചെയ്യും 7th? അറിയില്ല മിസ്. എന്തെങ്കിലും ഇന്നത്തെ ഏതെങ്കിലും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിരുന്നോവോ? നോക്കിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 4th ലെസൺ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൂക്കാരി എന്ന കവിതയാണ് പഠിക്കേണ്ടത് അല്ലേ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവൂലേ? കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആരായിരുന്നു? കവിയായിരുന്നു. മലയാളത്തിലെ കവിയായിരുന്നു. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മഹാകവിയായിരുന്നു ആര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. എന്താ അറിയപ്പെടുന്നത്? ഗാനഗന്ധർവൻ. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മഹാകവി. 1911 അതിൽ തന്നെ ഉണ്ട് ടെക്സ്റ്റിൽ. നമ്മളെ 11 ഒക്ടോബർ 10 ടെക്സ്റ്റ് ഇല്ലേ ഫെയ്ത്തിന്റെ കയ്യില്? ഓക്കെ, ഉണ്ടോ? ഒന്ന് കാണിച്ചിരുന്ന മിസ്സിനെ. ഓക്കെ, ആൻമരിയുടെ കയ്യിലുണ്ട്. ഫെയ്ത്തിന്റെ അടുത്തൊന്ന് കാണിച്ചെന്നേ. ഫെയ്ത്ത് സ്ട്രക്ക് ആയല്ലോ ഫെയ്ത്തെ. ഓക്കെ ഉണ്ട്. ഒന്നത് ഓപ്പൺ ചെയ്. നമ്മൾ 4ാമത്തെ ലെസൺ എടുത്തു. ഓപ്പൺ ചെയ്തു ഇതുവരെ. ഓപ്പൺ. ഓക്കെ, പൂക്കാരി. ഒന്ന് അതിലേക്ക് ശ്രദ്ധിച്ചേ. ഇപ്പൊ മിസ് വായിക്കുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ? ഓക്കെ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. എവിടെയാ ജനിച്ചത്? ഇടപ്പള്ളി. ബാഷ്പാഞ്ജലി, രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സങ്കല്പകാന്തി, രക്തപുഷ്പങ്ങൾ തുടങ്ങിയ കൃതികൾ പ്രസിദ്ധങ്ങളാണ്. ലളിത കോമളമായ ശൈലിയിൽ എഴുതപ്പെട്ട ഇദ്ദേഹത്തിന്റെ കവിതകൾ സാധാരണക്കാർ പോലും ഇഷ്ടപ്പെടുന്നവയാണ്. 1948 ജൂൺ 17 അദ്ദേഹം അന്തരിച്ചു അല്ലെ? രമണൻ, ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിത വളരെ പ്രശസ്തമാണ്. ആൻമരിയ നല്ല പാട്ടുകാരിയല്ലേ, അപ്പൊ അറിയായിരിക്കുമല്ലോ കവിതയൊക്കെ കുറെ രമണന്റെ. കേട്ടിട്ടില്ലേ? അല്ല, നമ്മൾ ഈ സ്കൂളിലെ മത്സരത്തിനൊക്കെ നമ്മള് കവിത ചൊല്ലാൻ ഒരുപാട് എടുക്കാറുണ്ടല്ലോ ചങ്ങമ്പുഴ ഇതെല്ലാം. കവിത വന്നിട്ടുള്ളൂ പാടെ. അതെ അല്ലേ? രമണനിലത്തെ വരികൾ അറിയോ? രമണൻ പ്രശസ്തമായ കവിതയാണ്, കാവ്യസമാഹാരമാണ്. ആരെ? ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴ രമണൻ കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ. ഓക്കെ, കേട്ടോ? ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നിന്നെയെന്നും പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അത് ചങ്ങമ്പുഴയാണോ മിസ് എഴുതിയത്? അതേലും രമണൻ എന്ന ഇതില് എന്താ പറയുന്നേ? അദ്ദേഹത്തിന്റെ കാമുകിയായ ആര്? ചന്ദ്രികനെ പറ്റി എഴുതുന്നതാണ്. അപ്പൊ അത് എന്താ പറയുന്നത്? പണ്ടത്തെ കാമുകന്മാർ എന്താ പറയുക? ഞാനും വരട്ടെയോ നിന്റെ കൂടെ നേച്ചർ എന്താ പറഞ്ഞ? പാടില്ല പാടില്ല എന്നാ പറഞ്ഞ. എപ്പോഴത്തെ കാമുകിയോ എന്താ പറയുക? ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറയൂ അല്ലെ? വന്നോ പറയും. അതാണ് വ്യത്യസ്തം. ന്യൂ ജനറേഷനും പഴയ കാലവും ഓൾഡ് ജനറേഷനും തമ്മിലുള്ള വ്യത്യസ്തത അതാണ് അല്ലെ? അന്നെന്താ പറഞ്ഞത്? കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടേക്കും, അയ്യോ പാടില്ല പാടില്ല എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ലവ് അങ്ങനെയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ആ വഴിക്കൊന്നും പോകരുത്. ഇത്രയും മിസ്സിന് ഈ ഒരു പാഠം ജസ്റ്റ് പൂക്കാരിയിൽ നമുക്ക് ബാഷ്പാഞ്ജലി എന്ന കാവ്യത്തിന് എടുക്കുന്നതാണ്. പക്ഷെ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞപ്പോ, രമണൻ എന്ന കവിതയെ പറ്റി പറയേണ്ടി വന്നപ്പോ ഞാൻ പറയാണ്. അപ്പൊ നിങ്ങൾ നല്ല മക്കളാവണം. എന്ത് ചെയ്യണം? ഇന്നത്തെ ന്യൂ ജനറേഷൻ മറ്റേ സ്നേഹബന്ധത്തിലൊന്നും അകപ്പെടാതെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അച്ഛനമ്മമാരെ അനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലെ? അതായത് ഡാഡി മമ്മി വീട്ടിലാണില്ല എന്ന് പറഞ്ഞ എല്ലാരും ഇങ്ങോട്ട് വന്നോന്നും പറയാൻ പാടില്ല.
നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം. എന്ത് വേണം? ശ്രദ്ധയോടെ ജീവിക്കണം അല്ലെ? ഇന്നത്തെ കാലം വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ചിരിക്കാൻ പറയുന്നതല്ല. എന്ത് ചെയ്യണം? കാലം വളരെ മോശമാണ്. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. എന്ത് വേണം? ശ്രദ്ധയുണ്ടാവണം. എന്ത് ചെയ്യുമ്പോഴും നമ്മ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം അല്ലെ? അതേ മിസ്സിന് പറയാനുള്ളത്. അപ്പോ അന്നത്തെ ചങ്ങമ്പുഴ നല്ലൊരു കാമുകനായിരുന്നു അല്ലെ? ഇന്നത്തെ പല കുട്ടികളും അതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിലൊന്നും ചെന്ന് ചാടാതെ നല്ല കുട്ടികളായി നല്ല രീതിയിൽ അച്ഛനമ്മമാരെ അനുസരിച്ച് ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം. അതാണ് മിസ്സിന് ഇപ്പോ ഈ പാഠം എടുക്കുമ്പോൾ പറയാനുള്ളത്. അപ്പോ ഇതെന്താണ്? ബാഷ്പാഞ്ജലി എന്ന കവിത ഇതിലത്തെയാണ് ഇതെടുക്കുന്നത്, രമണനിലത്തെ അല്ല. ബാഷ്പാഞ്ജലി നിങ്ങൾ കഴിഞ്ഞ വർഷം ചങ്ങമ്പുഴയുടെ ഒരു മലരണിക്കാടുകൾ പഠിച്ചിട്ടില്ലേ? 6ാം ക്ലാസ്സില് രമണനിലത്തെ കുറച്ച് വരികളാണ്. അതന്നെ, മലരണിക്കാടുകൾ മരതകക്കാന്തിയിൽ മുങ്ങി 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 കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റ ഒരാലസ കരളിമി കവർന്നു മുങ്ങി കരയറ്റ ഒരാലസ ഗ്രാമഭംഗി. മിസ് ഫോർത്ത് ബാക്കിയോമില്ല. സിക്സ്ത്തിലല്ലേ അത്? 6th 4th പാടാണത്. കരയറ്റൊരാലസൽ ഗ്രാമഭംഗി പുളകമ്പോൾ കുന്നിൻ പുറത്തു നിന്നു പ്രമോടി മഞ്ഞല പുൽകി നീക്കി. പഠിച്ച കുട്ടിയൊക്കെ ഓർമ്മയില്ല. നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഇത് ബാഷ്പാഞ്ജലിയിലത്തെ പൂക്കാരി എന്ന കവിതയാണ് അല്ലെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ പേര്? പൂക്കാരി അല്ലെ? പൂക്കാരി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? പൂ വിൽക്കുന്ന ആളാണ് അല്ലെ പൂക്കാരി. പൂ വിൽക്കുന്ന ആളെയല്ലേ പൂക്കാരി എന്ന് പറയുവാ? ആ, ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ നമ്മളെ പാട്ട് പൂക്കാരിയാണ്. അപ്പൊ പൂക്കാരിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ ഇതില്. അപ്പോ ആരു വാങ്ങുവിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നൻ മാനസം കവർന്നീലൊട്ടും അല്ലെങ്കിൽ ചിത്തമെങ്ങതാ ഗാന കല്ലോലത്തിലലിഞ്ഞല്ലോ. അല്ലേ? എന്താ പറയുന്നത്? പൂക്കാരിനെ പറ്റി പറഞ്ഞ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ഈ പാട്ട് നല്ലപോലെ 2-3 തവണ പാടണേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പാടിയിട്ട് വരണേ. അല്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കണ്ടേ അല്ലേ? പാടാൻ പറഞ്ഞാൽ പിന്നെ പറയും ഞങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ സമയം ഉണ്ടായില്ല മിസ്സേ, ഒരുപാട് സോഷ്യൽ പഠിക്കാനുണ്ടായിരുന്നു, ഒരുപാട് സയൻസ് പഠിക്കാനുണ്ടായിരുന്നു പറയും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഏതായാലും ഇപ്പം പാടണ്ട അല്ലെ? പഠിക്കേണ്ട ടൈം പഠിച്ചോ. ഇതാണ് നമ്മുടെ പൂക്കാരി എന്ന കവിത. അപ്പൊ ചങ്ങമ്പുഴയുടെ നല്ലൊരു കവിതയാണ്. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നൻ മാനസം കവർന്നീലൊട്ടും അല്ലെങ്കിൽ ചിത്തമെങ്ങതാകാന കല്ലോലത്തിലലിഞ്ഞല്ലോ. ആൻമരി നല്ല പാട്ട് പാടുന്ന ആൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ എന്താ പാടുന്നല്ലേ? അല്ല, മിസ് തന്നെ പാടും. നല്ല രസമാ. ഞാൻ പറയാം. ഞാൻ പാടിയ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പോകും. അയ്യോ, എന്നോട് തൽക്കാലം പശുവിനൊന്നും കേട്ടിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് ആവും പൊക്കോളും മിസ്സേ തന്നെ. ഗാനമാലികെ വെൽഗ വെൽഗ നീ മാനസോല്ലാസദായികെ ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം പിന്നെയുമതാ തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനീ തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ പുഞ്ചിരി കൊള്ളും വാസന്തശ്രീ നിൻ പിഞ്ചു കയ്യിലൊതുങ്ങിയോ മാനവന്മാർ നിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാ. എന്താ പറയുന്നത്?
എന്തെങ്കിലും മനസ്സിലായോ പാട്ട് പാടിയിട്ടേ? ഫെയ്ത്തിന് ചിരിയാ വരുന്ന ആ പാട്ട്. മിസ് പാട്ട് പാടിയില്ല മിസ് പറയുക ചെയ്ത്. അതന്നെ, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. അന്മരി ഒന്ന് പാടിയ അന്മരി അതൊന്ന് അല്ല ഈണത്തില്. മിസ് എനിക്ക് അറിയത്തില്ല. അല്ല അറിയത്തില്ലെങ്കിൽ എനിക്കറിയില്ല. പാടാൻ അറിയില്ലേ? പാടാൻ അറിയാലോ. എന്താ പറയുന്നത്? എനിക്കറിയില്ല ഇന്ന് മിസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോ അത്? ആരാമത്തിന്റെ പാടിയാ രോമാഞ്ചം മതി. അല്ലെ? ആരു വാങ്ങുമിന്നാരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ആരാമത്തിന്റെ രോമാഞ്ചം എന്താണ്? പൂക്കള് അല്ലെ? ആരാമത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന രോമാഞ്ചം ഉണ്ടാവില്ല. എങ്ങനെയാ രോമാഞ്ചം ഉണ്ടാവുക മനുഷ്യന്? മിസ് രോമമൊക്കെ പൊങ്ങും. മനുഷ്യന് സന്തോഷം വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? എനക്ക് നമ്മിങ്ങനെ പറയില്ല, എന്തെങ്കിലും നമുക്ക് പറയണ്ട ഇപ്പൊ SSLC ഫുൾ A+ കിട്ടുമ്പോ പെട്ടെന്ന് ഒരു രോമാഞ്ചം വരും അല്ലെ? നമ്മുടെ രോമയിൽ ഇങ്ങനെ എഴുന്ന മിസ് തണുക്കുമ്പോ രോമാഞ്ചം വരും മിസ്. അപ്പൊ സന്തോഷം ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ പൊതുവെ മനുഷ്യന് സന്തോഷം ഉണ്ടാകുമ്പോഴാണ്, സന്തോഷം വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? രോമാഞ്ചം ഉണ്ടാവുക എന്നാണ് അല്ലെ? അപ്പോ രോമ എഴുന്നു നിൽക്കുന്ന അവസ്ഥയാണല്ലോ രോമാഞ്ചം. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി കവി സങ്കല്പിക്കുന്നു അല്ലെ? അപ്പൊ പൂന്തോട്ടത്തിന്റെ രോമാഞ്ചം എന്താണ്? പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അല്ലെ? അപ്പൊ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചം അല്ലെ? എല്ലാ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ? അപ്പൊ അതാണ് ഇവിടെ ആരാമത്തിന്റെ രോമാഞ്ചം, അതാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറയുന്നത്? ആ രോമാഞ്ചം കോർത്തിണക്കിയ മാലയാണ് പൂക്കാരിയുടെ കുട്ടയിലും എവിടെയുള്ളത്? കടയിലും ഉള്ളത്. അതാണ് പൂക്കാരി വിൽക്കാൻ നിൽക്കുന്നത് അല്ലേ? പൂവ്. അപ്പൊ പൂ കോർത്ത മാല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് രോമാഞ്ചമായി കവി സങ്കല്പിക്കുന്നു, അത്രേ ഉള്ളൂ. കവിയുടെ സങ്കല്പത്തിൽ അത് രോമാഞ്ചമായി. അപ്പൊ ഉദ്യാനത്തില് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ അത് കാണുമ്പോ ഒരു വല്ലാത്തൊരു സുഖം ഉണ്ടാവും അല്ലെ? നമുക്ക് പൂക്കൾ വിരിഞ്ഞു കാണുമ്പോ ഇപ്പൊ റോസാപ്പൂലം വിരിഞ്ഞു കാണുമ്പോൾ ആരെങ്കിലും എടുത്തായാലും ഒന്ന് കാണുമ്പോൾ തോന്നും ഒന്ന് പറിച്ചേക്കാൻ തോന്നും അല്ലെ? അതുപോലെ അത്രേ പറഞ്ഞുള്ളൂ. ഇത് കവിയുടെ സങ്കല്പത്തിൽ ഒരുപാട് വർണ്ണനയിൽ കവി പറഞ്ഞു അല്ലെ? അതാണ് പറഞ്ഞത്. അപ്പോ പൂക്കാരിനെ പറ്റി ആദ്യത്തേൽ പറഞ്ഞു അല്ലെ? എന്താ പറയുന്നത്? ആരു വാങ്ങുമിന്നാരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം. അപ്പോ പൂക്കാരി കൊണ്ടു നടക്കുന്ന പൂവ് വിൽക്കാൻ വേണ്ടി ആരു വാങ്ങും ആരും എന്ന് പറഞ്ഞാണ് കേട്ടോ കടയിലുള്ളത് പൂവ്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. നമ്മൾ ഇത് തുടങ്ങണ്ടാന്ന് തോന്നുന്നു അല്ലെ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? കുട്ടികൾ നല്ലപോലെ 3 പാഠവും പഠിച്ചോണം. എല്ലാ സബ്ജക്ട്സും പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം അല്ലേ ഫീത്തെ? 4:47 തുടങ്ങി, 5:17 ആയതേ ഉള്ളൂ. അപ്പൊ നിനക്ക് ക്ലാസ് കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ 7 മിനിറ്റ് ആയി. നീ വരാൻ ലേറ്റ് ആയി തോന്നുന്നു. ഇല്ല അല്ലെ? 5:20 എന്റെ കയ്യില്. അല്ല മിസ്, സമയം ഞാൻ പറഞ്ഞ 4:45 തുടങ്ങിയത്. അതെ, ഇപ്പൊ 5:17 ആയതേ ഉള്ളൂ. 5:18 അല്ലേ? ഇപ്പൊ 7 മിനിറ്റേ ഉള്ളൂ. ഇനി കാണിക്കുന്നില്ലേ നിങ്ങൾക്ക് റിമൈനിങ്? ഇല്ല ഇല്ല, റിമൈനിങ് മീറ്റിംഗ് സെറ്റിംഗ്സില് പറ്റും. പക്ഷെ ഞാൻ അതെനിക്ക് ഇതിന്റെ അകത്ത് ചില ഫോണിൽ സെറ്റിംഗ്സ് മാറ്റാൻ പറ്റൂല. കമ്പ്യൂട്ടറിലാണ് കാണിക്കും വേഗം അല്ലേ? കമ്പ്യൂട്ടർ കാണിക്കും. ഓക്കെ, എനിക്കിപ്പോ 7 മിനിറ്റും 11 സെക്കൻഡേ ഉള്ളൂ. 11 അല്ല 9 സെക്കൻഡ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പാടിയേ. പറഞ്ഞോ, എന്താ അന്മരിയ? മിസ് പാടിയില്ല മിസ്. നീ ഒന്ന് പാടിയേ, നമുക്ക് നോക്കട്ടെ. മിസ് പാടിയതുകൊണ്ട് അന്മരിയും പാടുമെന്ന് പറഞ്ഞു മിസ്. അയ്യോ, അങ്ങനല്ല മിസ് പറഞ്ഞോണ്ട് അല്ല, ഞാൻ പറഞ്ഞു ആൻമരി ഫെയ്ത്തോ ജസ്റ്റ് പറയുകയും ചെയ്താൽ ഞാൻ ഒന്ന് പാടാം. ഓക്കെ മിസ് പാടിക്കും. നല്ല സൂപ്പറിൽ ഒന്ന് പാടിയ ആൻമരി നോക്കട്ടെ. നല്ല നല്ല പാട്ടല്ലേ? നല്ല സൗണ്ട് ആണല്ലോ. മിസ് അതിനു മുമ്പ് ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് പറയട്ടെ മിസ്. ആൻമരി പാടുമെന്ന് പറഞ്ഞു. ആൻമരി പാടുമെന്ന് പറഞ്ഞു. എന്നാ പറയാൻ വിചാരിച്ചേ? വേഗം പറ, എന്റെ സമീപം പോ. മിസ് പാടിയപ്പോ ഫെയ്ത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അയ്യോ, ഈ പറഞ്ഞതാ? പാടിയത് പോയോ? ഈ പറഞ്ഞത് അല്ലേ? അയ്യോ, എന്നാ നീ പറയുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡിങ്ങിലായിരുന്നെങ്കിൽ ഞാൻ നല്ല നീ സൂപ്പറായി പാടിട്ടായിരുന്നു.
ഞാൻ എങ്കിൽ മിസ് മിസ്സിനോട് ഇനി പാടും മിസ്. ചോദിച്ചതല്ലായിരുന്നു ഞാൻ മിസ് റെക്കോർഡ് നന്നായിട്ട് ചെയ്തേക്കാം. പാടുവോ എന്ന് മിസ്സിനോട് ഞാൻ ചോദിച്ചതല്ലേ. എനിക്ക് തോന്നി നീ റെക്കോർഡ് ചെയ്യാനുള്ള ഭാവാണെന്ന്. നീ മിസ് പണ്ട് ഒന്നുകൂടെ പാടും മിസ്. ഞാൻ റെക്കോർഡ് ചെയ്യാം മിസ്. നീ എപ്പാന്ന് കഴിഞ്ഞ ഏതോ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലേ മഞ്ജു മിസ്? അത് മമ്മിയുടെ ഫോണും കൊണ്ട് വന്നിട്ട് വീഡിയോ എടുത്ത. ഉം. ഞാൻ സ്പീക്കറിലായിരുന്നു ഇട്ടത്. മമ്മി ഓടി വന്നിട്ട് വീഡിയോ എടുത്തു. ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ആ. അപ്പൊ ഇന്ന് ആൻമരിയ ഒന്ന് വേഗം പാടടാ. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. എനിക്ക് ഇന്ന് ടൂൺ അറിയത്തില്ല മിസ്. അതന്നെ, നീ എന്താണ് അതിന് ടൂൺ കൊടുക്കുന്നത് തന്നെ. എനിക്കൊരു ടൂൺ ഓർമ്മ വരുന്നില്ല. നീ തുടങ്ങ്. മിസ് വെറുതെ പറഞ്ഞാ മതിയോ? അല്ല, പാടാൻ കഴിവില്ലവര് പാടണം. നമ്മള് പാടാൻ കഴിവില്ലാത്തവരായോണ്ടല്ലേ പാടാത്ത. ടൂണൊന്നും കിട്ടുന്നില്ല. നോക്കട്ടെ. ആരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം പാടും. ആ രീതി പഠിയാ മതി. മിസ് പാട്. ഇല്ലടാ, ആൻമരി പാടാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യ് വേഗം. ക്ലാസ്സിന്റെ ടൈം കഴിയും. വേഗം പാട്. നോക്കട്ടെ. എനിക്ക് ടൂണൊന്നും കിട്ടുന്നില്ല. ഒന്ന് പാടി നോക്കറ, നേരിലെ കിട്ടുവാ. പാടാൻ അറിയുന്ന ആള് വരുന്ന പാടാൻ ടൂണോട്ട് പറയുന്ന ഒന്ന് വായിക്ക് രണ്ടുപേരും വേഗം. സമയം പോകുന്നു. പറഞ്ഞാ മതിയോ? ഓക്കേ. ആരു വാങ്ങുമി യാരാമത്തിന്റെ രോമാഞ്ചം, പച്ച പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതില്ലെന്ത് കൊണ്ടെന്നൻ മാനസം കവർന്നിലൊട്ടും അല്ലെങ്കിൽ ചിത്തമെങ്ങതാ ഗാനകലോലത്തിലലിഞ്ഞല്ലോ. ഗാനമാലികെ വെൽക്ക നീ മാനസോല്ലാസദായികെ. ഇത്ര നാള് നുകർന്നത് ഇല്ല ഞാൻ ഇത്തരമൊരു പീയൂഷം. പിന്നെയും അതാ തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം. ആരു വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം. നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനീ. തിന്മതൻ വഴിയിൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ. പുഞ്ചിരി കൊള്ളും വാസന്തശ്രീ നിൻ പിഞ്ചു കയ്യിലൊതുങ്ങിയോ. മാനവന്മാർ നിൻ ചുറ്റും ആയുടൻ മാളികയ്ക്കായി വന്നെത്തിടാം. ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാ. ഓക്കേ, നെക്സ്റ്റ് ഫെയ്ത്ത്. തുടിച്ചിടാ. തുടിക്കല് സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും. ചിത്തം തുടിക്കല് മനസ്സ് നിറയല്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? മനസ്സ് അല്ലേ? മനസ്സം തുടിക്കല് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരില്ല എന്നർത്ഥം. ഫെയ്ത്ത് പോയോ? പാട്ട് പാടാൻ പറയുന്നോണ്ടാണോ ഫെയ്ത്തേ? യെസ്, ചൊല്ലിക്കോ. ഞാനോ? ഞാൻ വേഗം. 1 minute. ആരു വാങ്ങുമീ യാരാമത്തിന്റെ രോമാഞ്ചം, പച്ചപ്പുൽ കൊടി തുഞ്ചിൽ ചൊന്തുന്ന കൊഞ്ചുള മാണിക്യക്കല്ലുകൾ. പാടാൻ അറിഞ്ഞൂടാ മിസ്. കവിത പറയാനും അറിയില്ലേ? ഇല്ല. നല്ല രീതിയിൽ പാടുന്നുണ്ടല്ലേ ഫെയ്ത്ത്? ഞാൻ അറിഞ്ഞതിലെന്തുകൊണ്ട് കൊണ്ടെന്നാൻ മാനസം കവർന്നീലോടും. അല്ലെങ്കിൽ ചിത്തമെങ്ങതാ ഗാന കലോലത്തിലല്ലോ. ഗാനമാലികെ
ഉം. വൈലക നീ മനസ്സോ ഒന്ന് ഗാനമാലികെ വെൽഗ മിസ് വെൽഗ 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 അല്ലേ? വെൽഗ വേണമെന്ന് വിചാരിച്ച് തെറ്റിക്കാണോ? വെൽഗ വെൽഗ നീ മാനസോല്ലാസദായികേ. ദായികെ ഇത്ര നാളും നുകർന്നതില്ല. ഞാൻ ഇത്തരമൊരു പീയൂഷം. മിസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം മിസ്. ഞാൻ ഒരു സൂപ്പറായിട്ട് വട്ടം വായിച്ചു നോക്കിയാലും വായിച്ചിട്ട് ശരിയാകത്തുള്ളൂ. വരണേ മിസ് എന്നാലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ പരീക്ഷയല്ലേ മിസ്? നെക്സ്റ്റ് ക്ലാസ് പരീക്ഷ തന്നെ. ഇനിയും ക്ലാസ് ഉണ്ട് പരീക്ഷ ടൈമിലും ആ പരീക്ഷ കഴിഞ്ഞാലും ക്ലാസ് ഉണ്ട്. ഉണ്ട്. അതാണ് ട്രൂ ലൈറ്റ് അല്ലേ? പിന്നെ ഓക്കെ എന്നാ, ടൈം ഈസ് ഓവർ. ഓക്കെ, ബൈ, ബൈ. സി യു. ഓക്കെ മിസ്, ബൈ. ബൈ.